ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഫോറക്സ് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ്. പുതിയൊരു ബോട്ടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. MT5 ഉപയോഗിക്കാൻ പറ്റുന്ന ഏത് ഇൻസ്ട്രുമെൻറ്റിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബോട്ടിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. സ്കാൽപ്പിംഗ് ആയിട്ടുള്ള ബോട്ടാണ്. അപ്പോൾ അതിൻ്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ മാർട്ടിംഗലായിട്ടുള്ള സ്ട്രാറ്റജിയാണ്. നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല പ്രോഫിറ്റ് കിട്ടുന്ന, എന്നാൽ നമ്മൾ കെയർ ചെയ്യാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ അക്കൗണ്ട് അടിച്ചു പോകുന്നൊരു ബോട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട വിധവും മറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള വേർഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ റിസൾട്ടുകളും ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഇൻസ്ട്രുമെൻറ്റിൽ ഏതെല്ലാം ഇൻസ്ട്രുമെൻ്റ് ആണ് എന്നൊക്കെ ഞാനിതിൽ ഈ ഒരു ചാനലിൽ അപ്ഡേറ്റ് ചെയ്യും, ഈ ഒരു നമ്മുടെ ടെലഗ്രാം ചാനലിൽ. അപ്പോൾ നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ പോയിട്ട് നിങ്ങളിപ്പോൾ ഏത് അക്കൗണ്ട് യൂസ് ചെയ്യുകയാണെങ്കിലും അതിൽ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഇത് നിങ്ങൾക്ക് ലൈവ് അക്കൗണ്ടിലേക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ ലൈവ് അക്കൗണ്ടിലേക്ക് ഇടുന്നുണ്ടെങ്കിൽ എൻ്റെ റെഫറിലൊരു ചെറിയൊരു അക്കൗണ്ട് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ ഒരു ബോട്ട്, ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ബോട്ടുകളെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ബോട്ട് നിങ്ങൾ സെൻഡ് അക്കൗണ്ടിൽ ലൈവ് ടെസ്റ്റ് ചെയ്യുമ്പോൾ സെൻഡ് അക്കൗണ്ടിൽ ട്രൈ ചെയ്യുന്നതായിരിക്കും നന്നാവുക. കാരണം ഇത് സ്കാൽപ്പിംഗ് ചെയ്യുന്ന ഒരു ബോട്ടാണ്. നമുക്ക് അതിനനുസരിച്ച് റിസ്ക് റിവാർഡും കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കുന്നതാണ്. ഇപ്പോൾ ഞാനിത് NSD USDയിൽ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഗോൾഡിലും ഇപ്പോൾ ഞാനൊരു ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പാണ് ഞാൻ ഗോൾഡിലൊന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്ത് നോക്കിയത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഗോൾഡ് ഞാൻ 2 ഇതിലാണ് ചെയ്യുന്നത്. ഇത് NSD USD ആണ്. ഞാനത് ഗ്രൂപ്പിലിട്ടിരുന്നു, ടെലഗ്രാം ചാനലിലിട്ടിരുന്നു. ഇത് NSD USDൻ്റെ ട്രേഡാണ്. ഇത് വരുന്നത് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഇതിലാണ്, സെൻഡ് അക്കൗണ്ടിലാണ്. 466 സെൻറ്റാണ് അതിൽ കിട്ടിയിരിക്കുന്നത്. ജസ്റ്റ് ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്തത് 0.10 ലോട്ട് തുടങ്ങി. ഇപ്പോൾ ലാസ്റ്റ് ഇട്ടിരിക്കുന്നത് 0.5 ആണ് 5 ആണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. അതിൽ ഇത് വരും. ഇതിൽ SL ഇല്ല. SLന് പകരം നമുക്കത് പിന്നീട് ക്വാണ്ടിറ്റി ഡബിൾ ആക്കുന്ന രീതിയിലുള്ള മാർട്ടിംഗിലാണ്. അപ്പോൾ നിങ്ങൾക്കത് നോക്കി ശേഷം ഇതിൻ്റെ സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ കറൻസിയിൽ ഇത് സ്റ്റാറിൻ്റെ അക്കൗണ്ട് ആയതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ സെറ്റിങ്സ്. കറൻസിയിൽ ഞാൻ എടുക്കുന്ന സെറ്റിങ്സ് ഇങ്ങനെയാണ്. പിന്നെ ഗോൾഡ് ഞാൻ ട്രൈ ചെയ്യുന്നത് ഞാൻ വേറൊരു ഇതിലാണ്. ഗോൾഡ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ട്രേഡ് എന്ന് പറഞ്ഞാൽ 491 ബൈ, പിന്നീട് 501 ബൈ, സെല്ലാണ് ഇതിൽ 491 സെല്ല്, 501 സെല്ല്, 511 സെല്ല്, 521, 532, 542 അങ്ങനെ സെല്ല്, ടോട്ടൽ സെല്ല്. അതിൻ്റെ ടോട്ടൽ ടാർഗറ്റ് എന്ന് പറഞ്ഞത് 55.19 അതിൻ്റെ ടാർഗറ്റ് വന്നിരിക്കുന്നത്. അതിൻ്റെ സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ സെറ്റിങ്സ്. ഞാൻ കൊടുത്തിരിക്കുന്ന സെറ്റിങ്സ് ഈ ഒരു ലൈവ് ട്രേഡിൽ സെൻഡ് അക്കൗണ്ടാണ് ഉപയോഗിക്കുന്നത്. അതിൽ നമുക്ക് ടോട്ടൽ കിട്ടിയിരിക്കുന്നത് 2679 സെൻറ്റ്. അത് ഏകദേശം $20. അപ്പോൾ $100 ഇട്ടിരുന്നത്. $20 പ്രോഫിറ്റ്. അപ്പോൾ ഇന്നത്തെ ട്രേഡിങ് അത് അതിലൂടെ നിർത്തി. ഇനി നെക്സ്റ്റ് ഞാൻ OEA ഓഫാക്കി വെച്ചേക്കാണ്. ഇനി നല്ലൊരു ഇത് വരുമ്പോൾ അതിനനുസരിച്ച് എടുക്കുന്നതാണ്. ആ രീതിയിലാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് ട്രെൻഡിനനുസരിച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, ട്രെൻഡിനനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് എന്താണ് ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ്. നമുക്ക് ഇത് സ്കാൽപ്പിങ്ങിന് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ട്രെൻഡിനനുസരിച്ച് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ ട്രെൻഡ് എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നോക്കുന്നത് 4 ഹവറിൻ്റെ ചാർട്ട് ഉപയോഗിച്ച്, ലൈൻ ചാർട്ട് ഉപയോഗിച്ച് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ 4 ഹവർ മുകളിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അപ്പ് ട്രെൻഡും, താഴേക്കാണ് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടുന്നതെങ്കിൽ ഡൗൺ ട്രെൻഡുമായി പരിഗണിച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ നിങ്ങൾക്കും അത് നിങ്ങൾ ട്രെൻഡ് മനസ്സിലാക്കുന്ന രീതിയിലൊക്കെ നിങ്ങൾക്കും അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിൻ്റെ ടെലഗ്രാമിൽ പോയിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ നോക്കുക എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ 2 ദിവസമായിട്ട് റിസൾട്ടും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. കുഴപ്പമില്ലാത്ത റിസൾട്ടൊക്കെ കിട്ടുന്നുണ്ട്. നല്ല ട്രെൻഡിങ് മാർക്കറ്റിലൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ട്രെൻഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ചെയ്യാനും പറ്റും. അപ്പോൾ ഇതിൽ ആദ്യം ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു നമ്മൾ ഓണാക്കുമ്പോൾ തന്നെ ഏത് ടൈം ഫ്രെയിം ഏതായാലും കുഴപ്പമില്ല. ടൈം ഫ്രെയിം 1 മിനിറ്റ് ചെയ്യാണ് ഏറ്റവും നല്ലത്. കാരണം ഫസ്റ്റ് ട്രേഡ് ക്ലോസ് ആയ ശേഷം നെക്സ്റ്റ് ഒരു ക്യാൻഡിൽ ക്ലോസ് വരുമ്പോഴാണ് എടുക്കുക. അതുകൊണ്ട് തന്നെ എപ്പോഴും 1 മിനിറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ പിന്നീടുള്ളൊരു ട്രേഡ് എടുക്കുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബോട്ട് ഓണാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും വരിക. ഇവിടെ നമുക്ക് എൻട്രി വരും.
നമ്മളിപ്പോൾ 10 പിപ്പാണെങ്കിൽ ഇതിൻ്റെ ടാർഗറ്റ് എങ്കിൽ 10 പിപ്പ് മുകളിലൊരു ടാർഗറ്റ് വരും. അതിനുശേഷം സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരിക്കുന്നതല്ല, നമ്മളിതിൻ്റെ ഗ്യാപ്പ് 10 പിപ്പോ 20 പിപ്പോ നമ്മൾ ഗ്യാപ്പിൽ വീണ്ടും ഒരു ബൈ ഓട്ടോമാറ്റിക് അവിടെ കൊടുക്കുകയാണെങ്കിൽ ഗ്രിഡ് ഗ്യാപ്പ് കൊടുക്കുകയാണെങ്കിൽ അവിടെ ആ ഗ്യാപ്പിൽ ഒരു ബൈ ഇവിടെ എത്രയാണോ അതിൻ്റെ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് 1:2 എന്ന രീതിയിൽ. ഇപ്പോൾ ഇവിടെ 0.01 ആണെങ്കിൽ ഇവിടെ 0.02 ആയിരിക്കും, പിന്നീട് 0.04 ആയിരിക്കും, പിന്നെ 0.08 ആ രീതിയിലായിരിക്കും പോവുക. അപ്പോൾ നമ്മൾ ഇത് 2 ബൈയിങ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ടാർഗറ്റ് എന്നുള്ളത് ജസ്റ്റ് മൂവ് ചെയ്ത് ഇതിന് താഴേക്ക് വരും. ആ രീതിയിലാണ് ഇവിടെ സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ എപ്പോഴും സെൻഡ് അക്കൗണ്ടിൽ ഈ ഒരു ബോട്ട് വർക്ക് ചെയ്യിക്കാൻ നോക്കുക. സെൻഡ് അക്കൗണ്ടാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള മെത്തേഡ്. കാരണം ഡോളർ അക്കൗണ്ട് ഒന്നുകൂടിയും എനിക്ക് സേഫായിട്ട് തോന്നിയിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് സെൻഡ് അക്കൗണ്ട് ആണെന്നുകൂടിയും ബെറ്റർ ആയിട്ടുള്ള ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി എങ്ങനെയാണിത് ഡൗൺലോഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണിത് നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ടെലഗ്രാമിൽ പോവുക. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ സ്കാൽപ്പർ എന്ന് പറഞ്ഞ A to Z സ്കാൽപ്പർ MT5 ബോട്ട് ടെസ്റ്റർ എന്നുള്ളത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതിനോട് കൂടി തന്നെ നിങ്ങൾക്ക് ഇനി സ്റ്റാർട്ടറിലാണെങ്കിൽ ഈ ഒരു സെറ്റിംഗ് ഫയൽ, ഹെൽപ്പറിലാണെങ്കിൽ സെറ്റിംഗ് ഫയൽ, അതുപോലെ XNSലാണെങ്കിൽ ഈ ഒരു സെറ്റിംഗ് ഫയലാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. അത് നിങ്ങൾക്ക് ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളതിൻ്റെ റെഫറിലേക്ക് വരും വേണ്ട, അതുപോലെ തന്നെ ചെയ്യൊന്നും വേണ്ട. നിങ്ങൾക്ക് നിങ്ങളെ ഇപ്പോൾ ഉപയോഗിക്കുന്ന ബ്രോക്കറിലോ ഏതിലും ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇത് ലൈവ് അക്കൗണ്ടിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം എന്നെ ഈ ഒരു വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി XNS അക്കൗണ്ട് ഉണ്ടെങ്കിലും അത് ജസ്റ്റ് മാറ്റിയാലും മതി. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിലുള്ളവർക്കാണെങ്കിൽ സ്റ്റാർട്ടർ ഓപ്പൺ ചെയ്യാം, അൽപ്പാരി ഓപ്പൺ ചെയ്യാം, അതിലൊക്കെ ഓപ്പൺ ചെയ്യാനും പറ്റും. ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ ഇവിടെ സേവ് ആസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ സേവ് ചെയ്യുക. സേവ് കൊടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഈ ഒരു നോക്കിക്കഴിഞ്ഞാൽ XNSൻ്റെ ഇതാണ്. XNS സെറ്റിങ്സ് ആണ്. അതുകൊണ്ട് സെറ്റിങ്സ് XNS എന്നുള്ളത് സേവ് ആസ് കൊടുത്തിട്ട് എനിക്ക് XNS സേവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതിനുശേഷം ഞാൻ എൻ്റെ MT5 വരുന്നു. അതിനുശേഷം ഇവിടെ ആക്റ്റീവായിട്ടുള്ള ചാർട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലോസ് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങൾക്ക് ഏത് ഇൻസ്ട്രുമെൻ്റ് ആണോ വേണ്ടത് ആ ഇൻസ്ട്രുമെൻ്റ്, ഇപ്പോൾ ഗോൾഡ് ആണെങ്കിൽ XAUSD കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യുക, ചാർട്ട് വിൻഡോ ഇവിടെ ഓപ്പൺ ചെയ്യുക. ഓക്കെ, അതിന് ശേഷം ഇവിടെ ചാർട്ട് വിൻഡോ കൊടുക്കുക, അത് ഓപ്പൺ ചെയ്ത് വെക്കുക, 1 മിനിറ്റിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ ഫയൽ പോവുക, ഓപ്പൺ ഡാറ്റ ഫോൾഡർ പോവുക. ഇവിടെ ആദ്യം നമ്മൾ ഡൗൺലോഡ്സിൽ പോയിട്ട് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത സാധനം ഉണ്ടല്ലോ, അത് നമ്മൾ കോപ്പി ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ സ്കാൽപ്പർ ബോട്ടും അതുപോലെ XNSൻ്റെ ഫയലും നമ്മൾ കോപ്പി ചെയ്ത് ഓപ്പൺ ഡാറ്റ ഫോൾഡർ വരിക, MQL ഫയലിൽ പോവുക, എക്സ്പേർട്ടിൽ പോവുക, ശേഷം ഇവിടെ നിങ്ങൾക്ക് പേസ്റ്റ് കൊടുക്കുക. ഓക്കെ, അതിന് ശേഷം നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒന്ന് റിഫ്രഷ് കൊടുക്കുക. റിഫ്രഷ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും A to Z സ്കാൽപ്പർ MT5 ബോട്ട് ടെസ്റ്റർ എന്ന് കാണാം. നേരെ ക്ലിക്ക് ചെയ്യുക, ടെസ്റ്റ് എന്നുള്ളത് കൊടുക്കുക. അതിന് ശേഷം ചെയ്യേണ്ടത് ഇവിടെ ഇതിൽ നമ്മൾ നിങ്ങൾക്ക് 1 മിനിറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 5 മിനിറ്റിൽ കൊടുക്കാം. അതിനുശേഷം ഇവിടെ ഇൻപുട്ട് പോവുക, നിങ്ങൾക്ക് ഡേറ്റ് കൊടുക്കാം. ഇൻപുട്ട് പോയതിന് ശേഷം നിങ്ങളിവിടെ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. ശേഷം ലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത സംഭവം ഉണ്ടല്ലോ, ഡൗൺലോഡ് ചെയ്ത് ഇതുണ്ടാവും. ഇവിടെ നേരത്തെ നമ്മൾ ഡൗൺലോഡ്സിലും ഉണ്ടാവും, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തിരുന്നു, അവിടെ ഉണ്ടാവും ഈ സാധനം സെറ്റിങ്സ്. അതിവിടെ ലോഡ് ചെയ്യുക. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ലോഡിങ് ഫയൽ ഇവിടെ ലോഡായി. അതുപോലെ നിങ്ങൾക്കും വേണമെങ്കിൽ ഇത് പറഞ്ഞാൽ 0.01 ആണ്, സ്റ്റാർട്ടിങ് ലോട്ട് 0.01 ആണ്. ലോട്ട് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ലോട്ട് നമ്മുടെ ഗ്യാപ്പിനനുസരിച്ച് ലോട്ട് എത്രയാണ് മൾട്ടിപ്പിൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് 1.5, 1.6 അതുപോലെ 2, മാക്സിമം 2 വരെ കൊടുക്കുക, അതിന് മുകളിൽ കൊടുക്കരുത്, കാരണം റിസ്ക് കൂടുതലായിരിക്കും. ഗ്രിഡ് നിങ്ങൾക്ക് ഇനി ഒരു 10 പോയിൻ്റ് ഗോൾഡിൽ ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഉള്ളത് 5522 ആണ്. അത് 5532 ആയിരിക്കും ടാർഗറ്റ്. 5511 വീണ്ടും എന്ത് ചെയ്യും, ഇങ്ങോട്ട് വീണ്ടും ഒരു ട്രേഡ് എടുക്കുന്നതാണ്. അപ്പോൾ ആ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ
അത് ഡബിളായിരിക്കും, ആദ്യത്തിൻ്റെ ഡബിളായിരിക്കും എടുക്കുക. അതിന് ശേഷം പിന്നെ 5501 പിന്നെ അടുത്ത ട്രേഡ് എടുക്കുക. അതനുസരിച്ച് നമ്മുടെ ടാർഗറ്റ് മാറിക്കൊണ്ടിരിക്കും, ടാർഗറ്റ് താഴേക്ക് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് സെൻഡ് അക്കൗണ്ടിൽ ചെയ്യാമെന്ന് പറഞ്ഞത്. ബാസ്ക്കറ്റ് ടി പി പിന്നെ SL നിങ്ങൾക്ക് ബാസ്ക്കറ്റ് SL വേണമെങ്കിൽ വെക്കാം. ഞാൻ ബാസ്ക്കറ്റ് SL വെക്കലില്ല. അതിനുശേഷം നിങ്ങൾക്കൊരു ടാർഗറ്റ് എത്തിക്കഴിഞ്ഞാൽ, ഡെയിലി ഒരു ടാർഗറ്റ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓഫാക്കി വെക്കുക, അതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ എപ്പോഴും എന്ത് ചെയ്യുക, നമുക്കൊരു ഫിക്സഡ് ടാർഗറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് നേരെ വിഡ്രോ ചെയ്ത് മാറ്റുക, വേറെ അക്കൗണ്ടിലേക്ക് മാറ്റുക. ഇതിൽ ട്രേഡ് ചെയ്യാനുള്ള ഒരു എമൗണ്ട് മാത്രം വെക്കുക, പ്രോഫിറ്റ് കിട്ടുന്നതൊക്കെ വേറെ അക്കൗണ്ടിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നന്നായിരിക്കും. അതാണ് ഞാൻ ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, അതുപോലെ തന്നെ ഡെയിലി ഡ്രോഡൗൺ വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം. ഡെയിലി ഡ്രോഡൗൺ ഇത്ര വന്നു കഴിഞ്ഞാൽ പിന്നെ അന്ന് ട്രേഡ് എടുക്കേണ്ട. അതുപോലെ ഡെയിലി പ്രോഫിറ്റ് വേണമെങ്കിൽ ഇത്ര വന്നു കഴിഞ്ഞാൽ പിന്നെ ഡെയിലി ട്രേഡ് എടുക്കേണ്ട എന്നുള്ള രീതിയിലൊക്കെ വെക്കാൻ പറ്റും. ഓക്കെ, അതിനുശേഷം സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ട്രേഡ് ചെയ്യുന്നത് എങ്ങനെയാണ് വരുന്നത് കാര്യങ്ങളൊക്കെ. ഇവിടെ എപ്പോഴും നല്ലത് എന്താ വെച്ചാൽ സെറ്റിങ്സിൽ നമ്മൾ 500 ഇവിടെ നമ്മൾ ഡോളർ അക്കൗണ്ടാണ്, എപ്പോഴും നമ്മൾ സെൻറ്റിലാണ് ചെയ്യുന്നത്. അപ്പോൾ $100 മിനിമം. അതുകൊണ്ട് തന്നെ നമ്മൾ 10,000 USD കണക്കാക്കി കൊടുക്കുക. അതുപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ സെൻഡ് അക്കൗണ്ട് ആണെങ്കിൽ 10,000 സെൻറ്റ് എന്നുള്ളത് കൊടുക്കുക. എങ്കിൽ മാത്രമേ ആക്യുറേറ്റുള്ള നമ്മൾ സെൻഡ് അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യുന്ന ബോട്ടാകുന്നതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ 0.01 ഞാൻ XAU കൊടുത്തത്. അപ്പോൾ അവിടെ കാണാൻ പറ്റും 10,000 10,030. അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ട്രേഡ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വാച്ച് ചെയ്യുക. അപ്പോൾ അതാണ് ഇതിൽ ചെയ്യേണ്ടത്. എങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കറിയാം, കാണാൻ പറ്റും ഏകദേശം 12,980 10,000 12,980 ആയി. അപ്പോൾ നമ്മൾ ആദ്യം ഇടുന്നത് ഒരു $100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻഡ് അക്കൗണ്ടിലാക്കിയിട്ട് $100 ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി നന്നായിരിക്കും, അതായിരിക്കും ഒന്നിനും പറ്റും. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റുള്ള ഇൻസ്ട്രുമെൻറ്റിലൊക്കെ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഗോൾഡ് ഏറ്റവും ഹൈയിൽ നിൽക്കുന്ന പീക്ക് ലെവലിലാണ്, ഭയങ്കര വോൾട്ടൈലാണ്. ചില ബ്രോക്കേഴ്സൊക്കെ XNS ആണെങ്കിൽ ചില മെസ്സേജ് വരലുണ്ട്, ചില സമയത്ത് ഭയങ്കര വോൾട്ടൈൽ കാരണം ട്രേഡിങ് XAUലൊക്കെ റിസ്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ മെസ്സേജ് തന്നെ വരലുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ള ക്രൂഡ് ഓയിലോ അല്ലെങ്കിൽ NSD USD GBP USD കറൻസിയിലൊക്കെ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് ഓടിച്ചതാണ്. നിങ്ങൾക്ക് ട്രെൻഡ് നോക്കിയതിന് ശേഷം ചാർട്ടിൽ ഡെയിലി ട്രെൻഡ് നോക്കുക, അതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ ഇതിനെക്കാട്ടിലും നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് ഒന്നുകൂടി നന്നായിട്ട് കിട്ടുമായിരിക്കും. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ 10,000 ആണ് നമ്മൾ ഇനീഷ്യലി കൊടുത്തത്, ഏകദേശം 16,096 17,000 ഒക്കെ ആ റേഞ്ചിൽ വന്ന്. അപ്പോൾ എങ്ങനെയാണ് ട്രേഡ് വരുന്നത് എന്ന് കൊടുക്കുക. അതിൽ ബൈ ഓൺലിയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനി ഡൗൺ ട്രെൻഡിലേക്കാണ് പോകുന്നതെങ്കിൽ സെൽ ഓൺലിയും കൊടുക്കാം. സെൽ ഓൺലി കൊടുത്താലും കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾക്ക് കാണാം ആദ്യം 1 2 പിന്നെ 4 8 16 അത് 7 ഗ്രിഡ് മാത്രം വരെ പോവുള്ളൂ, അതിന് മുകളിലേക്ക് പോവില്ല. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് കൊടുക്കാൻ പറ്റും ഇവിടെ. ഇപ്പോൾ തന്നെ ആകെ നമുക്ക് 16-ാം തീയതി ആയിട്ടുള്ളൂ 18,295 ഇതിൽ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഇതിൽ ഇൻപുട്ടിൽ 7 ഗ്രിഡ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനി 5 ഗ്രിഡ് മതിയെങ്കിൽ അത് മതി, ഇനി അതിനും താഴെയാണ് മതിയെങ്കിൽ അത് അനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങൾക്കിത് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു ഈ ഒരു ഗ്രിഡ് ട്രേഡിങ് അല്ലെങ്കിൽ മാർട്ടിംഗിലായിട്ടുള്ള സ്ട്രാറ്റജി ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഒരിക്കലും ഞാനിത് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ബോട്ട് സ്കാൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക. അതും സെൻഡ് അക്കൗണ്ട് മാത്രമേ ഞാൻ ചെയ്യാൻ പറയുന്നുള്ളൂ. കാരണം ഡോളർ അക്കൗണ്ടിൽ ഉറപ്പായിട്ടും നിങ്ങളെ ഫണ്ട് അടിച്ചു പോകാൻ സാധ്യത 90% കൂടുതലാണ്. ഇപ്പോൾ സെൻഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എൻ്റെ റെഫറിലുള്ള ആളുകളാണെങ്കിൽ സെൻഡ് അക്കൗണ്ട് പുതിയ ക്രിയേറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഞാൻ സ്റ്റാറിൽ സെൻഡ് അക്കൗണ്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ XNSൽ സെൻഡ് അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ട്. അൽഫാരിൽ പിന്നെ MT4 ആണുള്ളത്. സെൻഡ് അക്കൗണ്ട് MT5 വന്നിട്ടുണ്ടോ ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ ഇവിടെ ഞാൻ NSD USD ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനും വേറെ ചെയ്യുന്നത് നമ്മളെ എതേറിയം USD ചെയ്യുന്നുണ്ട്. അതുപോലെ ക്രൂഡ് ഓയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഗോൾഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. ഗോൾഡിൽ പ്രോഫിറ്റ് കിട്ടിയപ്പോൾ ഞാൻ നിർത്തി. അത് ഒന്നാമത് ഭയങ്കര വോൾട്ടൈലാണ്, എന്നാലും നല്ല രീതിയിൽ ഏകദേശം $30 $100 3000 സെൻറ്റ് ഓളം പ്രോഫിറ്റ് അതിൽ കിട്ടുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് ഇനി ലൈവ് അക്കൗണ്ടിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോട്ട് നിങ്ങൾക്ക് ലൈവ് അക്കൗണ്ടിലേക്ക് ട്രേഡ് ചെയ്യണം വേണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഇപ്പോൾ ഉള്ള വേർഷൻ നിങ്ങൾ ലൈവ് അക്കൗണ്ടിലേക്ക് ഇടുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കുക.
നിങ്ങൾക്കത് ലൈവ് അക്കൗണ്ടിൽ വർക്ക് ആവില്ല. നിങ്ങൾ ലൈവ് അക്കൗണ്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കുക. അപ്പോൾ ഇത് തന്നെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ. ഈ ഒരു നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലൈവ് അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് ഇത് ആക്സസ് ചെയ്യാനും പറ്റുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ തരാം. എൻ്റെ റെഫറിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഡെപ്പോസിറ്റ് ശേഷം എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ ഞാനത് നിങ്ങളുടെ അക്കൗണ്ടിൽ ആക്റ്റീവാക്കി തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. തീർച്ചയായും നിങ്ങൾക്ക് വേണമെന്നുള്ള ആളുകളുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കത് മൊബൈലിൽ വർക്ക് ചെയ്യില്ല, കമ്പ്യൂട്ടറിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നമുക്കേതായാലും നെക്സ്റ്റ് വീഡിയോ നമുക്ക് കൊണ്ടു കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.